ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയെ ബാലേട്ടൻ വിളിക്കുകയാണ്. അപ്പോൾ ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, ഗുഡ് ഈവനിങ്. താങ്കൾ ഫ്രീ ആണോ അതോ ബിസി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഫ്രീ ആണ്, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ പെഗടിക്കുക, അവിടെ ഇരിക്കുക എന്നുള്ള പണിയുള്ളല്ലോ സ്റ്റാൻലിക്ക്. താങ്കൾ നാളെ ഉച്ച കഴിഞ്ഞിട്ട് കുളത്തൂർപ്പുഴ വീട്ടിലുണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരാൻ എന്താ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നാളെ അലീനയും കൂട്ടി വരാമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പറയണം, മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റാമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തടസ്സവും ഇല്ലെന്നും താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്നും പറയുവാണ്. അലീനയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ അങ്ങോട്ടേക്ക് വരികയും ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഇങ്ങോട്ട് വരണ്ട, താങ്കൾ ആരാണെന്ന് ഇവിടെയുള്ളവരെ അറിയിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന കാര്യം നമ്മുടെ ബാലേട്ടൻ പറയുവാണ്. അപ്പം ശരി, അങ്ങനെ ആവട്ടെ, അത് വേണ്ട. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ അതെ, എനിക്ക് താങ്കളുടെ ഫാമിലിയെ പറ്റിയൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്നും ഭാര്യയുണ്ട് മക്കളുണ്ട് എന്നൊക്കെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് എനിക്ക് അറിയണമെന്നും ബാലേട്ടൻ പറയുമ്പോൾ അതൊന്നും ഓർത്ത് താങ്കൾ വിഷമിക്കേണ്ടെന്നും, എന്ന് വെച്ചാൽ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളതല്ല, അതൊക്കെ സോൾവ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും എന്ന് സ്റ്റാൻലി പറയാം. അപ്പോൾ അവിടെ താമസിക്കുന്നതിൽ അലീനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അലീനെ എനിക്ക് തിരിച്ചു തരണമെന്ന് ബാലേട്ടൻ പറയാം. അവളെ കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മിസ്റ്റർ മേനോൻ, എൻ്റെ മകളല്ലേ അലീന, എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് ബാലേന്ദ്രനോട് പറയുമ്പം നമുക്ക് നാളെ നേരിട്ട് കാണാം, ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. അതിനുശേഷം സ്റ്റാൻലി അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ മനു അലീനയും കൂടി അവിടേക്ക് വന്നു. അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അലീന മനു ചോദിച്ചപ്പം ഇനി എന്താ പറയാനുള്ളത്, പോവാണെന്ന്. അതെനിക്ക് കേൾക്കേ വേണ്ടാന്ന് പറഞ്ഞു. യാത്ര പറയാനേ എന്നെ അങ്ങ് വിളിച്ചേക്കരുത് കേട്ടോ എന്ന് മനു പറഞ്ഞു. എല്ലാവരോടും യാത്ര പറയണ്ടേന്ന് ചോദിച്ചപ്പം പറഞ്ഞോ, എന്നോട് വേണ്ടാന്നാ ഞാൻ പറഞ്ഞുള്ളൂ, എനിക്കത് വല്ലാത്തൊരു പെയിനാണെന്ന കാര്യം പറഞ്ഞു. മനുവേട്ടാ, ഞാൻ ആരെയും ഉപേക്ഷിച്ചൊന്നും പോവല്ലല്ലോ. ഓക്കെ, വേറെന്നതാ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ പറയാതെ കേൾക്കേണ്ട കാര്യങ്ങളാണെന്ന് അലീന പറയുമ്പോൾ ഞാൻ വീട്ടിനകത്തോട്ട് കയറി വന്ന് എല്ലാവരോടും സംസാരിച്ച് ചിരിച്ച് നീ തരുന്ന ചായയും കുടിച്ച് കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരിക്കണം, അതല്ലേ നിന്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പം പറയാതെയും കേൾക്കാൻ പറ്റുമല്ലേ എന്ന് അലീന അന്നേരം ചോദിച്ചു കേട്ടോ. ശരി വാ എന്നും പറഞ്ഞ അലീന ഇങ്ങനെ പറഞ്ഞനുസരിച്ച് മനു അലീനയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് പോരുവാണ്. അപ്പോൾ അങ്ങനെ നടന്നു വന്ന സമയത്ത് നമ്മുടെ മനു അലീനയുടെ കയ്യിൽ പിടിച്ചപ്പോൾ ഇതെന്താന്ന് ചോദിച്ചു. ഒരു റിഹേഴ്സൽ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു അലീനയുടെ കയ്യും പിടിച്ച് വീട്ടിനകത്തേക്ക് ചെന്ന് കയറുക. അപ്പോൾ അതെ, നമ്മുടെ കൃഷ്ണമോൾ ഇറങ്ങി വന്നു. ഇത് ആരേ വരുന്നേ, അലീന ചേച്ചിക്ക് എവിടെ നിന്ന് കിട്ടി മനുവേട്ടനെ എന്ന് ചോദിച്ചു. കൊച്ച് ഇറങ്ങി വന്നു. ശരണ്യയുടെ വീട്ടിൽ പോയതല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ശരണ്യയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ ഞാൻ ഈ കൊഴിഞ്ഞു വീണ മാമ്പഴം പോലെ റോട്ടിലിങ്ങനെ കിടക്കാം, അപ്പോൾ ഇവള് പെറുക്കി എടുത്തോണ്ട് ഇങ്ങ് പോന്നു മനു. ഈയടാ ചെളി പറഞ്ഞിട്ട് വല്ല തമാശയാണെന്ന വിചാരമെന്ന് നമ്മുടെ കൃഷ്ണമ്മോള് പറയാം. അപ്പം ഞാൻ കൊല്ലപ്പള്ളിക്ക് പോയിട്ട് വരുവാന്ന് പറഞ്ഞു. അവിടെയും പോയോ, അവിടെ എന്നാ വിശേഷമുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി പോയതാ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ ഇങ്ങനെ നോക്കുക. അമ്മയോട് യാത്ര പറഞ്ഞു എന്ന് ചോദിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞെന്നും അങ്ങനെ പോകുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായിരുന്നു റിയാക്ഷൻ എന്ന് ചോദിച്ചപ്പം എല്ലാവർക്കും വളരെ സന്തോഷമാണെന്ന കാര്യം പറഞ്ഞു. അപ്പോഴത്തേക്കും ബബിത വന്നു ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞുകൊണ്ട്. നീ എന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് ചോദിച്ചു. ചെറിയൊരു ക്ഷീണം, അത് കാരണം ചെറിയൊരു മയക്കം വന്നു ബബിത. മനുവേട്ടാ എവിടെയെങ്കിലും ഇരിക്കുക, ഞാൻ ചായ എടുത്തുകൊണ്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അലീന ചായ എടുക്കാനായിട്ട് ഓടി അങ്ങോട്ടേക്ക് പോണു. അപ്പോൾ അലീന അടുക്കളയിലേക്ക് പോയ സമയത്ത് ഇവർ 3 പേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇതാരാ, നീ എപ്പോൾ വന്നടാന്ന് ചോദിച്ചു. ഞാൻ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അലീന അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവരോടും യാത്ര പറയാനായിട്ടേ തിരിച്ചു കൊണ്ട് വിട്ടേക്കാൻ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമായി കാണുമല്ലോ അല്ലേ. അപ്പം എല്ലാവർക്കും അത്ര വലിയ സന്തോഷമായില്ലെങ്കിലേ, പക്ഷെ ചിലർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ അലീന എന്നിട്ട് ഇവിടെ അലീന ചേച്ചി ചായ എടുക്കാൻ കിച്ചണിലേക്ക് പോയതാണെന്ന് പറഞ്ഞു. അലീന പോയി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണെങ്കിലേ കാര്യങ്ങളെന്ന് മനു ചോദിക്കുമ്പം അലീനയുടെ മേൽക്കോയ്മയായിരുന്നല്ലോ ഇതുവരെ, ഇനി ഞാനൊന്ന് ഭരിക്കട്ടടാ. അപ്പോൾ ആൻറ്റി തിരിച്ചു വരുമല്ലോ, അപ്പം പിന്നെ അങ്കിളിന് ഭരിക്കാൻ സാധിക്കുമോ എന്ന് മനു ചോദിക്കുമ്പം ഭരണം മാറിയ വിവരമൊക്കെ അറിയിക്കണ്ടേ. ബാലചന്ദ്രൻ എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ, ഒന്നും വീണ്ടെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ, അധികാരങ്ങൾ അങ്ങനെയല്ല, അതെല്ലാം ബാലചന്ദ്രൻ ഇനി അതങ്ങോട്ടങ്ങ് എടുക്കുമെന്ന് പറഞ്ഞപ്പം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയോട് യുദ്ധം പ്രഖ്യാപിക്കും എന്നല്ലേ എന്ന് ബബിത ചോദിച്ചു. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് തീരാൻ വേണ്ടി അലീന ചേച്ചി ഇവിടുന്ന് പോകാമെന്ന് തന്നെ വെച്ചത്, അല്ലെങ്കിൽ പിന്നെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം
ഇവിടെ നിൽക്കേണ്ടവർ പോകുന്നു, ഇവിടെ നിൽക്കാൻ അർഹതയില്ലാത്തവർ തിരിച്ചു വരുന്നു. ഞാൻ പറയുന്നത് അച്ഛനൊന്ന് ശ്രദ്ധിക്കണേ എന്ന് ബബിത പറയാം. അലീന ചേച്ചി തൽക്കാലം പോയാലും ശരി, അമ്മ തിരിച്ചു വന്ന് എല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ അലീന ചേച്ചിയെ തിരിച്ചു വിളിക്കണം കേട്ടോ എന്ന് ബബിത ഇങ്ങനെ ബാലേട്ടനോട് പറയുന്നു. ബാലേട്ടൻ അന്നേരം ഒന്ന് ചിരിച്ചു. ആ സമയം അമ്മയോട് വഴക്കിടാൻ നിന്നാലേ ഒന്നും നടക്കത്തില്ല എന്നും ബബിത പറയുക. അപ്പോൾ നിനക്കൊന്നും അറിയില്ല മോളെ, ഒന്നും അറിയില്ല, എല്ലാം അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്തുവാ വലിയ ഡിസ്കഷൻ, എല്ലാവരും വാ അച്ഛാ മനുവേട്ട വാ ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചായ എടുത്ത് അലീന അവിടെ കൊണ്ടുവന്ന് നിരത്തി അങ്ങ് വെച്ചു. നീ എവിടെയൊക്കെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ ശരണ്യെ കാണാൻ പോയി, പിന്നെ അവിടെ നിന്ന് കൊല്ലപ്പള്ളിക്കും പോയെന്ന് പറഞ്ഞു. ഇന്ന് കൊല്ലപ്പള്ളിയിൽ വെടിക്കെട്ട് ഉത്സവം കാണുമല്ലോ, അലീന പോകുന്നതിൻ്റെ ആഘോഷം. എൻ്റെ അങ്കിളെ, അലീന പോകുന്നതിൽ സന്തോഷിക്കുന്ന രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് എൻ്റെ അമ്മ, 2 വൈജാൻറ്റി, ബാക്കി ആർക്കും യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മനു പറഞ്ഞപ്പം വരട്ടെ നോക്കാം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ അലീനയെ നോക്കുന്നു. അപ്പോൾ ദേ നിനക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, വലിയൊരു സെറ്റപ്പിലേക്കല്ല നീ ചെല്ലുന്നത്, നിനക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളതെന്ന കാര്യം ബാലേട്ടൻ ഇങ്ങനെ പറയാം. അപ്പോൾ മനു ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത്ഭുത ദ്വീപിലെ അതിമനുഷ്യരെന്ന് പറയുന്നത് പോലെയാണോ അതെന്ന് അലീന ചോദിക്കുമ്പം ആലീസിന്റെ അത്ഭുത ലോകം എന്നുള്ളത് തിരുത്തിയിട്ട് അലീന കണ്ട അത്ഭുത ലോകം എന്നാക്കി മാറ്റാം, എന്താന്ന് ചോദിച്ചു. ഈ അച്ഛൻ പറയുന്നത് കേട്ടാൽ തോന്നും ഒരു വിദേശ രാജ്യത്തോട്ടെ എന്നെ കയറ്റി വിടുകയാണെന്ന്. ചുമ്മാ പറയുക എന്നും പറഞ്ഞ അലീന. എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ട്, കണ്ടുപിടിക്കാം നമ്മുടെ ബബിത. അപ്പൊ കണ്ടുപിടിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ബാലേട്ടൻ പറഞ്ഞു. അപ്പോൾ ചില രഹസ്യങ്ങളായിട്ട് തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ ഇതൊക്കെ അങ്കിളിനെ ചുമ്മാ ഒരു നമ്പറാണ്, വിട്ട് കളയാൻ പറഞ്ഞു നമ്മുടെ മനു. അന്നേരം രോഹിത്തിനെ വിളിക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അലീന രോഹിത്തിനെ വിളിക്കാനായിട്ട് അങ്ങ് പോയി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിത കുളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ബബിത കുളി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ബബിതയുടെ ഫോൺ എടുത്ത് നോക്കിയപ്പം അതിനകത്ത് ഒരു കോള്. നോക്കുമ്പോൾ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു നെടുവീർപ്പൊക്കെ ഇട്ട് ഫോൺ എടുത്തു. ഹലോ ബബിതയാണോ അടി? വൈജയ വിളിക്കണതേ. പിന്നെ എൻ്റെ ഫോണിൽ ആര് വിളിക്കാനാണെന്ന് ചോദിച്ചു. എത്ര നേരം കിടന്ന് വിളിക്കണോടി? നിനക്കൊക്കെയോ താല്പര്യമില്ല, എന്നാൽ അങ്ങോട്ട് വിളിച്ചാലെങ്കിലും ഒന്ന് എടുക്കാൻ മേലേന്ന് ചോദിച്ചു. എൻ്റെ അമ്മയെ ഞാൻ കുളിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ബബിത. അതാ ഫോൺ എടുക്കാൻ ഞാൻ. നിനക്കൊക്കെ വിളിക്കാൻ എന്നാടി ഇത്ര ബുദ്ധിമുട്ട്? എല്ലാം നാട്ടുകാർ പറഞ്ഞറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കണോടി? അമ്മയെ വിളിച്ചിട്ട് ഇപ്പം എന്തിനാ? ഒരുമാതിരി മോശം വർത്തമാനവും അതിനേക്കാളും വലിയ കുശുമു കുന്നായ്മല്ലേ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഇത് കേൾക്കാനേ എനിക്ക് ഫോണിൽ വല്ല വീഡിയോസും കണ്ടിരുന്നാൽ പോരെന്ന് ചോദിച്ചു. അത് ശരിയാടി, അമ്മയുടെ സംസാരം പ്രവൃത്തിയാണല്ലോ മൊത്തം മോശം, ബാക്കി എല്ലാവരും നല്ലവരാണല്ലോ. ഇത് കേട്ടപ്പോൾ ബബിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ ആരും നല്ലവരാണെന്ന് പറഞ്ഞിട്ടില്ല, അമ്മ മോശമാണെന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സംസാരം മോശമാണെന്ന് ഞാൻ പറഞ്ഞു. മോശം കാര്യങ്ങൾ നടക്കുന്ന നമ്മൾ പറയുമ്പോൾ അവിടെ മേമ്പൊടി ചേർത്ത് പതപ്പിച്ച് സുഖിപ്പിച്ച് പറയാൻ എനിക്ക് അറിയത്തില്ല, നിങ്ങളുടെ അച്ഛനും അറിയാമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടായി വൈജ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവൾക്കും അയാൾക്കും നിങ്ങൾ കൂട്ടു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇതുകൊണ്ടാ, ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാ ഞങ്ങൾ ആരും അമ്മയെ വിളിക്കാത്തത് എന്ന് ബബിത അന്നേരം പറയുന്നു. അത്രയും അലീന പറഞ്ഞിട്ട് പോയിട്ടും ഒരു മാറ്റവും വൈജയ്ക്ക് വന്നിട്ടില്ല. എപ്പോൾ വിളിച്ചാലും അച്ഛനെക്കുറിച്ച് അലീന ചേച്ചിയെക്കുറിച്ചും അമ്മയ്ക്ക് കുറ്റം പറയണം, അതാണ് അമ്മയൊക്കെ വേണ്ടതല്ലേ. ദേ ഇവർ ചെയ്ത നല്ല കാര്യമൊന്നും അമ്മയുടെ കണ്ണിൽ പെടത്തില്ലല്ലോ, അത് അമ്മയ്ക്കും അതെ ആ കമലാൻ്റിക്കും അതെ എന്നും ബബിത ഇങ്ങനെ പറഞ്ഞപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക വൈജ. നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ മാത്രം നല്ലവർ, ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും കുറ്റവും കുറവും ഒക്കെ കാണുമെന്നും പറഞ്ഞ് ഇനി ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ എടുക്കുമെന്നും പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ലല്ലോ, നിന്റെ അച്ഛൻ പറഞ്ഞു വെച്ച കള്ളത്തരം മുഴുവൻ പൊളിഞ്ഞില്ലേ, അതിന് നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പം അച്ഛൻ കള്ളം പറഞ്ഞെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം ഉണ്ടെന്ന് ബബിത പറയാം. അത് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ലല്ലോ. എന്തായാലും അമ്മയുടെ ആവശ്യപ്രകാരം അലീന ചേച്ചി ഇവിടുന്ന് പോകും. അപ്പോൾ അമ്മയ്ക്ക് സമാധാനം ആവുമല്ലോ. അന്നേരം ആകും, എങ്കിലേ എനിക്ക് സമാധാനം ആകത്തുള്ളടി. എറണാകുളത്ത് അവളുടെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ആ വീട്ടിലേക്കാണ് അവൾ പോകുന്നത്. അത് അമ്മയ്ക്ക് അറിഞ്ഞിട്ട് എന്തിനാണെന്ന് ചോദിച്ചു. അല്ല, ഏത് കുടുംബം നശിപ്പിക്കാനാണോ നശിച്ചവൾ പോകുന്നതെന്ന് അറിയണ്ടേ. ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഉടനെ പോകുമല്ലോ. ആ പാവേ ഉടനെ തന്നെ പോകുമെന്ന് പറഞ്ഞു. അയ്യോടാ പാവം, നിന്റെ അച്ഛൻ്റെ ഹൃദയം തകർന്നു കാണുമല്ലോ എന്ന് വൈജി ഇങ്ങനെ കളിയാക്കി ബബിതയോട് പറയുമ്പം അമ്മയോട് സംസാരിച്ചിട്ട് കാര്യമില്ല.
അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമല്ലേ വലുതെന്ന് ചോദിച്ചു. നീയൊക്കെ എന്നെ അറിഞ്ഞിട്ടാടി ഈ പറയുന്നേ? അമ്മയെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന മക്കളെ ആണല്ലോ എനിക്ക് കിട്ടിയത്, എൻ്റെ ഭാഗ്യം തന്നെ എന്നൊക്കെ പറഞ്ഞു വൈജ പറഞ്ഞപ്പം അതെ അമ്മയുടെ ഭാഗ്യം തന്നെയാണല്ലോ അല്ലേ എന്നും പറഞ്ഞ് കൊടുക്കുക വൈജയ്ക്കിട്ടും ബബിത. അതിനുള്ള എന്തെങ്കിലും പണ്ടെങ്ങാനും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് ബബിത പറഞ്ഞപ്പം അതെന്നാടി അങ്ങനെ ഒരു വർത്താനം എന്ന് വൈജ. ഞാനിനി ഒന്നും പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യനെ സന്തോഷം കളയാൻ എൻ്റെ അമ്മയ്ക്കല്ലാതെ ഈ ലോകത്ത് മറ്റാർക്കും പറ്റില്ലെന്ന്. ബബി ദേ നീ സൂക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിത ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി. വൈജയുടെ വായ അടപ്പിച്ചിട്ട് എന്നും പറഞ്ഞ് ബബിത ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു. ബബി എന്നും പറഞ്ഞ് വിളിച്ച്. എന്തുവാ എന്ന് ബബിത നേരം അലീനയോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു. അപ്പം അലീനയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നമാണെന്ന്. അലീന എന്നിട്ട് ബബിതയുടെ അടുത്തേക്ക് ചെന്നു. ചായ കുടിക്കാം, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇതങ്ങ് പിടിവെണ്ണേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇത് മേടിക്കാൻ കൂട്ടാക്കാതെ വന്നപ്പോൾ കയ്യിലേക്ക് നിർബന്ധിച്ച് വെച്ചു കൊടുത്തു. ഇതങ്ങ് കുടിക്കുക എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുക. മൂളിക്കൊണ്ടിരിക്കാതെ കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ ബബിതയെ കൊണ്ട് നിർബന്ധിച്ച് ആ ചായ കുടിപ്പിക്കുന്നു. ആരാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പം അമ്മയാന്ന് പറഞ്ഞു. അയ്യേ മേഡം എന്തെങ്കിലും പറഞ്ഞതിലാണോ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നത് എന്ന് ബബിതയോട് അലീന നേരം ചോദിക്കാം. പിന്നെ കേൾക്കാൻ നല്ല സുഖാണല്ലോ പറയുന്നതൊക്കെ. ചേച്ചി ചിരിച്ചോ? ചിരിക്കാമല്ലോ ചേച്ചിക്ക്, ഇവിടെ നിന്ന് പോവുകയാണല്ലോ എന്ന് ബബിത അന്നേരം അലീനയോട് പറഞ്ഞു. അലീന അന്നേരം ചിരിച്ചുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ എന്നതല്ലേ, ഞാൻ കേട്ടിട്ടില്ലല്ലോ. മേഡം പറയുന്നത് മേഡത്തിൻ്റെ ബുദ്ധിമുട്ടുകളല്ലേ എന്ന് അലീന അന്നേരം ചോദിച്ചു. ഈ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകുമെന്ന് വിചാരിച്ച് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് ചിറകിനടിയിൽ നിർത്തുന്നത് പോലെ അതാ മേഡം ചെയ്യുന്നത്. നമുക്കിതൊക്കെ നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോൾ ചെയ്യുന്നതും പറയുന്നതൊക്കെ മേഡവും ചെയ്യുന്നുള്ളൂ, അത്ര അതിനെ കണ്ടാൽ മതി എന്ന് അലീന പറഞ്ഞു കൊടുക്കുക. അതിന് നീ മേഡത്തോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞു. എത്രയൊക്കെ സഹിച്ചതാ അലീന ചേച്ചി, ഒരു പരിധി വിട്ടാലേ എനിക്ക് കേട്ടിരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല എന്ന് ബബിത. അവരെന്തൊക്കെ പറഞ്ഞാലും അവരോട് നമ്മൾ ദേഷ്യപ്പെടാനൊന്നും പാടില്ല എന്ന് അലീന പറഞ്ഞു കൊടുക്കുന്നു. അച്ഛനോടും അമ്മയോടും അങ്ങനെ സംസാരിക്കാനേ പാടില്ല എന്നും. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയേ പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ അങ്ങനെയൊക്കെയേ പറയത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബബിത അന്നേരം പറയാം. ഇത് കേട്ടപ്പോൾ സാരമില്ല അതൊക്കെ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ ബബിതയെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്കും കൈ എടുത്തൊരു തട്ടി മാറ്റിലും മാറ്റി നമ്മുടെ ബബിത. അപ്പം അലീന ഇങ്ങനെ അനിയത്തിക്കുട്ടി തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക. നോക്കിക്കേന്നും പറഞ്ഞ് അങ്ങനെ അനിയത്തിയെ വിളിച്ചിരുത്തി അതിനോട് മനസ്സിനേക്കുന്ന മുറിവിനെയാണ് നമുക്ക് കൂടുതലായിട്ട് പറ്റുകയുള്ളൂ. ശാരീരികമായി മുറിവേൽപ്പിക്കുന്നെങ്കിലും വാക്കുകൾ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു മുറിവുകളുണ്ടല്ലോ, അതിന് മാത്രം കണക്കാക്കിയാൽ മതി. നമ്മൾ ദേഷ്യപ്പെടുന്നതാണ്. ഇനി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. അപ്പോൾ അങ്ങനത്തെ അലീന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ബബിതയ്ക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് ദേഷ്യം വരുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അവരോട് ദേഷ്യമുള്ളത് കൊണ്ടായിരിക്കോ അതോ കൃഷ്ണ പറയുന്നത് പോലെ ഞാൻ അഹങ്കാരി ആയതുകൊണ്ടായിരിക്കോ എനിക്കറിയത്തില്ല എന്നും പറഞ്ഞു ബബിത ഇങ്ങനെ പറഞ്ഞപ്പം അവള് പറഞ്ഞു നീ അഹങ്കാരിയാണെന്ന്. എന്ന് എനിക്കതൊന്നും അറിയണമല്ലോ. കൃഷ്ണമോളെ എന്നും പറഞ്ഞുകൊണ്ട് അലീന വിളിക്കാം. ഇനി അവളുടെ വായിന്നും കൂടെ എന്നെ കേൾപ്പിക്കണമെന്ന് ചോദിച്ചു. അവൾക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എനിക്കതൊന്നും അറിയണമല്ലോ എന്നും പറഞ്ഞായി അലീന. കൃഷ്ണ വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് അങ്ങോട്ടേക്ക് കയറി വന്നു. രോഹിത് കയറി വന്നപ്പം ദേ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കല്ലേ. ആ സമയം ഇവിടെ റൂം സർവീസൊക്കെ ഉണ്ടോ? കൊള്ളാലോ പരിപാടി. എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്. കുറച്ച് നാൾ റൂം സർവീസൊക്കെ ഉണ്ടായിരുന്നതല്ലേ, കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത അന്നേരം പറയാം. അവളെന്തിയാ കൃഷ്ണ? അതുതന്നെ അവളുടെ ഡാൻസ് സ്കൂളിലെ ആരോടോ കത്തി അടിച്ചുകൊണ്ട് മുൻവശത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു രോഹിത്. അല്ല എന്തെങ്കിലും സഹായം മറ്റോ വേണോ എന്ന് രോഹിത് ചോദിക്കുമ്പം അവള് പറഞ്ഞെന്ന് ബബിതയ്ക്ക് അഹങ്കാരമാണെന്ന്. അതൊന്ന് ചോദിച്ചേ പറ്റുള്ളൂ. അതിനാണ് അവളെ വിളിച്ചേ ഈ സിമ്പിൾ മാറ്ററിന്. വേറെ ഇത് ഞാൻ പറഞ്ഞു തരാമല്ലോ. അപ്പോൾ ദേ നമ്മുടെ അലീന എന്നാ പറ എങ്ങനെയാ? അപ്പോൾ സംശയം എന്നാ? അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവളല്ലേ ഇവള് എന്നും പറഞ്ഞ് ഇവളെ പോലെ ഒരു അഹങ്കാരി ഈ ദേശത്തുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രോഹിയേട്ട വേണ്ട കേട്ടോ, ഞാനീ പറഞ്ഞതൊക്കെ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയും. സത്യത്തിൻ്റെ മുഖം മറച്ചു വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത ചായ അലീനയുടെ കൈ കൊടുത്തിട്ട് രോഹിത്തിനെ അടിക്കാനായിട്ടിട്ട് ഓടിക്കാം. അങ്ങനെ ചിരിയും കളിയും ഓട്ടവും പാച്ചിലും ഒക്കെ ആയിട്ട് ആ വീട് ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലേക്ക് വരുന്നു. ആ സമയത്ത് നമ്മുടെ അലീന ഓടി വന്നപ്പോഴേക്കും രോഹിത്ത് എടുത്ത് ബബിതയെ ഒരു ഇത് വെച്ചെറിയുന്നു. അപ്പോഴത്തേക്കും ബബിത ഒഴിഞ്ഞു മാറുന്നു. അത് അലീനയുടെ ദേഹത്ത് കൊള്ളുന്നു. അങ്ങനെ നല്ല രസമായിട്ട് പിള്ളേർ തമ്മിൽ ചിരിയും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നെ മക്കളെ വലിച്ചെറിഞ്ഞിട്ടിരുന്നതൊക്കെ അലീന എടുത്ത് ഇങ്ങനെ വെച്ചു. പിന്നെ പിന്നാലെ ചെല്ലുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അലീന കിടക്കാറായി. അപ്പോഴത്തേക്കും
ആര് വന്ന് ഡോറിൽ മുട്ടി. നോക്കിയപ്പോൾ ആരാ? നമ്മുടെ കൃഷ്ണമോള്. നീ എന്താ ഈ നേരത്തെ ഇങ്ങോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, അലീന ചേച്ചി നാളെ പോവുകയാണെന്ന് ഓർക്കുമ്പോഴേ ചങ്കിൽ വല്ലാത്തൊരു വിഷമമാണെന്ന് കൃഷ്ണ പറയാം. അപ്പോൾ ദേ അങ്ങനൊന്നും വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ഇടയ്ക്ക് വരുമല്ലോ, പിന്നെന്താ, നമ്മൾ ഫോണിൽ വിളിക്കും, വീഡിയോ കോളിലൊക്കെ കാണും. അപ്പം ഞാൻ പോയിന്ന് തോന്നത്തേ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീന പറഞ്ഞപ്പം, എന്നാലും ചേച്ചി വീട്ടിലില്ലല്ലോ അതോർക്കുമ്പോഴാണ് എനിക്കെന്നും പറഞ്ഞ് കൃഷ്ണ സങ്കടപ്പെടുക. അകത്തേക്ക് വന്നും പറഞ്ഞ് അലീന എന്നിട്ട് അനിയത്തിക്കുട്ടിയെ വിളിച്ച് അടുത്തിരുത്തി. അങ്ങനെ അത് അടുത്ത് വന്നിരുന്നപ്പം ഇന്ന് എൻ്റെ കൂടെ കിടന്നാൽ മതി കേട്ടോ, അപ്പോൾ വിഷമമൊക്കെ മാറുമെന്ന് അലീന പറയാം. നമുക്ക് നേരം വെളുക്കുന്നത് വരെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവിടെ കിടക്കാം, എന്താ പോരേന്ന് ചോദിച്ചു. അപ്പം ചേച്ചി പോയാൽ ഇവിടെ എല്ലാം ശരിയാവുമോ? അമ്മ തിരിച്ചു വരുമായിരിക്കും. അമ്മ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പം നിങ്ങൾ പഴയതുപോലെ ഇവിടെ ജീവിക്കുമെന്ന് പറഞ്ഞു. അത് ചേച്ചിയുടെ ആഗ്രഹം മാത്രമല്ലേ, ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ അച്ഛൻ ഇവിടെ ഇപ്പോൾ അടങ്ങി നിൽക്കുന്നത് തന്നെ. ഞാനുള്ളത് കൊണ്ടാണോ? അല്ല, നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം അല്ല ചേച്ചി, ചേച്ചിയുടെ മുന്നിൽ ചെറുതാകാൻ വയ്യാത്തത് കൊണ്ടാണെന്ന കാര്യം കൃഷ്ണ ഇങ്ങനെ അലീനയോട് പറയുന്നു. അച്ഛൻ വലിയൊരാളല്ലേ ചേച്ചിയുടെ മനസ്സിൽ. അച്ഛന് ക്ഷമിക്കാനും സഹിക്കാനും പറ്റാത്ത ഒരുപാട് സംഗതികൾ അറിഞ്ഞിട്ടും അതെല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്നത് ആരെ ഓർത്തിട്ടാണെന്ന് ചോദിച്ചു. അത് ചേച്ചിയെ ഓർത്തിട്ടല്ലേ. അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ ആകെ വല്ലാത്തൊരു ഇതിലിങ്ങനെ കൊച്ചിനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.